ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന താരങ്ങളെ സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിൽ വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന പാൻ ഇന്ത്യൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രം 13ാം ദിവസമായ ചൊവ്വാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സ് എന്നും പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അതേസമയം 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ചിത്രത്തിന്റെ രണ്ടാം ഞായറാഴ്ച വരെയുള്ള 11 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രകാരം 1409 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഡിസംബർ 5 മുതലുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 294 കോടി രൂപയാണ് പുഷ്പ 2 വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത്. അതേസമയം ആദ്യ ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് 262 കോടി രൂപയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് പുഷ്പ 2 ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമായാലും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമായാലും ആദ്യ ദിവസം സ്വന്തമാക്കിയത്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 155 കോടി രൂപയായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചപ്പോൾ 449 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച 172 കോടി സ്വന്തമാക്കിയ ഈ സിനിമ 3 ദിവസം കൊണ്ട് 621 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. നാലാം ദിവസമായ ഞായറാഴ്ച 208 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ അങ്ങനെ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 829 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അഞ്ചാം ദിവസമായ തിങ്കളാഴ്ചയാണ് ചിത്രം 100 കോടിക്ക് താഴെ മാത്രം കളക്ട് ചെയ്തത്. 93 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 922 കോടി രൂപയാണ് സിനിമ 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. തുടർന്ന് ആറാം ദിവസമായ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ചത് 1002 കോടി രൂപയുടെ പോസ്റ്ററാണ്. അപ്പോൾ ചൊവ്വാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 80 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. ഏഴാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ 65 കോടി രൂപയായിരുന്നു. അങ്ങനെ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തിറക്കിയ 7 ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1067 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് 8-9 ദിവസങ്ങളിലെ കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇതിനിടയിലായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ. 2 ദിവസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1292 ഈ സിനിമ എത്തിച്ചേരുകയായിരുന്നു. 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് 1409 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു എന്ന പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 117 കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 12ാം ദിവസമായ ഇന്നലത്തെ കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതേസമയം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 45 കോടി രൂപ ഇന്നലെയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 1450 കോടിയിലേക്കാണ് 12 ദിവസം കൊണ്ട് പുഷ്പ 2വിന്റെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. 13ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി രൂപയാണ്. അങ്ങനെ 13 ദിവസം പിന്നിടുമ്പോൾ 1500 കോടിക്ക് അടുത്ത് ഈ സിനിമ എത്തി നിൽക്കുകയുമാണ്. ഇനി ഈ സിനിമയുടെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 12 ദിവസം കൊണ്ട് 1338 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 13ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 32 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് 13 ദിവസത്തെ പരിശോധിക്കുമ്പോൾ 1370 കോടിയിലേക്ക് എത്തി നിൽക്കുകയുമാണ്. ഇനി പുഷ്പ 2വിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 12 ദിവസം കൊണ്ട് 17 കോടി 3 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 13ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 ലക്ഷത്തോളമാണ്. അങ്ങനെ ആദ്യ 13 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 17 കോടി 25 ലക്ഷത്തോളമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി പുഷ്പ 2വിന്റെ ആദ്യ ഭാഗമായ പുഷ്പ ദി റൈസ് എന്ന സിനിമയിലേക്ക് വന്നാൽ അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത് 2021 ഡിസംബർ 17 ഈ സിനിമ തിയേറ്ററിലെത്തിയത്. 200 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നിരവധി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് തന്നെയാണ്. 138 കോടി രൂപയാണ് സിനിമ ഇവിടെ നിന്ന് സ്വന്തമാക്കിയത്. തമിഴ്നാട് കളക്ഷനായി 30 കോടി 25 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 24 കോടി 75 ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ കേരള കളക്ഷനായി 14 കോടി 70 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 130 കോടി സ്വന്തമാക്കിയ ഈ സിനിമ ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് $4.9 മില്യൺ കളക്ട് ചെയ്തത്. അതായത് 37 കോടി 30 ലക്ഷം രൂപ. ടോട്ടൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 375 കോടി രൂപയാണ്. പുഷ്പ ദി റൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുഷ്പ 2 ഏകദേശം 5 ഇരട്ടിയോളം കളക്ഷനാണ് അധികം നേടിയെടുത്തിരിക്കുന്നത്. പുഷ്പ ദി റൈസ്, പുഷ്പ 2 എന്നിങ്ങനെ ഈ 2 സിനിമകളും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.